നമസ്കാരം, ഞാൻ നാസർ പന്നാട്. ചാനൽ 5+ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എപ്പിസോഡിൻ്റെ ഹെഡിങ് പാവപ്പെട്ടവന് വീട് വെക്കാൻ 4 ലക്ഷം, പശുക്കൾക്ക് അപ്പിയിടാൻ 3.5 ലക്ഷം, ദുരിതാശ്വാസ നിധിയിൽ കണ്ണുവെക്കരുത്. എന്തൊരസംബന്ധ പ്രചരണം! ഇത്തരമൊരു ദുഷ്പ്രചരണം ലോകത്ത് തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്തെല്ലാം പ്രചരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ക്ലിഫ് ഹൗസിലെ പൊളിഞ്ഞ മതിൽ കെട്ടാനാണ് പണം ചെലവഴിച്ചത്. കാലിത്തൊഴുത്ത് നിർമ്മിച്ചിട്ടേയില്ല. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ 40 ലക്ഷത്തോളം ചെലവഴിച്ചു വന്ന പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണത്തിന് പത്രസമ്മേളനത്തിൽ മറുപടി പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ ആരും സത്യമാണെന്ന് വിചാരിച്ചു പോകും. ഈ പാവത്താനാണല്ലോ ദൈവമേ ഈ പ്രതിപക്ഷ നേതാക്കൾ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്. മാസങ്ങൾക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നു. മതിലും കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ ചിലവായ തുക 34,12,027 രൂപ. പാവപ്പെട്ട കാലികൾക്ക് അപ്പിയിടാൻ ചെറിയൊരു ചാണകക്കുഴി നിർമ്മിക്കാൻ 3,52,249 രൂപ. ഇതിൻ്റെ കരാറുകളൊക്കെ ആണെങ്കിലോ മുഖ്യൻ്റെ സ്വന്തം ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ദേവസ്വത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാൻ 4 ഏക്കർ 20 സെൻറ്റിൽ 1939 പണി തുടങ്ങി 1942 പണി പൂർത്തിയാക്കിയ 15,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം, അത് മഹാത്മജി അടക്കം അന്തിയുറങ്ങിയ EMS മുതൽ പിണറായി വരെ സകുടുംബം താമസിച്ച ക്ലിഫ് ഹൗസ്. EMSും പിണറായി മാത്രമല്ല, കരുണാകരനും ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരോടെ തന്നെ താമസിച്ചത്. ഇത് ചരിത്ര സ്മാരകമായി നിലനിർത്തേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ ഓരോ വർഷവും അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി നീക്കിവെക്കുന്ന പണം കേൾക്കുമ്പോൾ ആ പണം കൊണ്ട് 15,000 സ്ക്വയർ ഫീറ്റിൽ 15 കെട്ടിടം എങ്കിലും ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നത് സ്വാഭാവികം. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അപകടത്തിൽപ്പെട്ട് നട്ടെല്ല് ക്ഷതമേറ്റപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചപ്പോൾ ഏറെ പ്രതിഷേധിച്ചവരും പരിഹസിച്ചവരുമാണ് അന്നത്തെ ഇടതുപക്ഷം. അതേ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായിക്ക് സകുടുംബം നീന്തി കുളിക്കാൻ വേണ്ടി ഈയിടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടി ചിലവഴിച്ചത് മൊത്തം 38,47,000 പരം രൂപയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലെ ടൈൽസിന് പകരം വിരിച്ച ഈ പലകയുടെ അറ്റകുറ്റപ്പണി നടത്തി വൃത്തിയാക്കാൻ ചെലവഴിച്ചത് വെറും 6,12,603 രൂപ. 2 നിലയുള്ള ഈ പഴയ കെട്ടിടത്തിന് മുകളിലേക്ക് മുഖ്യനും കുടുംബങ്ങൾക്കും കയറി മരപ്പട്ടി ആട്ടി ഓടിക്കാൻ 16,20,462 രൂപ ചെലവഴിച്ച് ലിഫ്റ്റ് നിർമ്മിച്ചപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കൊത്തിമാന്തിയപ്പോൾ കേടുവന്ന പൈപ്പ് ലൈൻ നന്നാക്കാൻ 7 ലക്ഷത്തോളം രൂപ. മൊത്തം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷത്തിനും സമാധാനത്തിനും സൗകര്യത്തിനു വേണ്ടി ക്ലിഫ് ഹൗസിൽ ചെലവഴിച്ചത് പാവപ്പെട്ടവൻ്റെ പൊതുഖജനാവിൽ നിന്ന് ഏകദേശം 2 കോടിയോളം രൂപ. ഞാനിപ്പോൾ ഈ വിഷയം ഇവിടെ എടുത്തിടാൻ കാരണം വയനാട്ടിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ചു. 300-ൽ പരം ആളുകൾക്ക് ജീവനും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതവും നഷ്ടപ്പെട്ട മഹാദുരന്തം. ഉറ്റവരും ഉടയവരും മാത്രമല്ല, വീടും പറമ്പും കച്ചവട സ്ഥാപനങ്ങളും പള്ളിയും പള്ളിക്കൂടങ്ങളും അമ്പലവും തുടങ്ങി നഷ്ടത്തിൻ്റെ നീണ്ട പട്ടിക തന്നെയാണ്. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീടും പറമ്പും കെട്ടിടവും പള്ളിയും അമ്പലവും സ്കൂളും അംഗനവാടികളൊക്കെ നിർമ്മിച്ചു നൽകുകയും അവർക്ക് വേണ്ട ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്യേണ്ട ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് നമുക്കേവർക്കുമുള്ളത്. ആരും ആഹ്വാനം ചെയ്യാതെ തന്നെ സന്നദ്ധ പ്രവർത്തകരും മറ്റും സംഭവസ്ഥലത്ത് കുതിച്ചെത്തുകയും സ്വന്തം ജീവൻ പോലും മറന്ന് മനുഷ്യജീവൻ രക്ഷപ്പെടുത്താനും അവർക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും മരുന്നും വസ്ത്രവും നൽകാനും ഓടി നടക്കുകയും ഭക്ഷണവും വെള്ളവും വസ്ത്രവും മരുന്നുമെല്ലാം സംഘടിപ്പിച്ച് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകി. പ്രവാസികളും ബിസിനസ് സംരംഭകരും അയൽ സംസ്ഥാനങ്ങളും സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നത് നമ്മൾ കണ്ടു. മലയാളം തമിഴ് സിനിമയിലെ പ്രമുഖ താരങ്ങളൊക്കെ ലക്ഷങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അതുപോലെ തന്നെ കാണാത്തൊരാളാണ് ഈ പ്രളയമൊക്കെ നടന്നപ്പോൾ വയനാട്ടുകാരനായ നമ്മുടെ ദേവസ്വം മന്ത്രി കേളു ഏട്ടനെയും നമ്മൾ കണ്ടില്ല. ഇനി എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ടാണോ ദുബായിൽ നിന്നിട്ട് എനിക്കത് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പം ലാസ്റ്റ് അവസാനം വന്ന ഈ 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെയോ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് പോട്ടെ. മറ്റുള്ളവരുടെ
കൊമ്പ് കുലുക്കി പണം നൽകുന്ന നന്മ മരങ്ങളല്ലാതെ നാസർ മാനുവിനെ പോലെയുള്ള മഹാമനസ്കർ വീടും കുടിയും നഷ്ടപ്പെട്ടവർക്ക് അരേക്കർ ഭൂമിയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് പരമാവധി ചെലവ് ചുരുക്കി 5 വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന വാഗ്ദാനവും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇതൊരു നാസർ മാനു മാത്രമല്ല, പല പ്രമുഖ വ്യക്തികളും ബിസിനസ് സംരംഭകരുമൊക്കെ തന്നെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൈ കഴിഞ്ഞിട്ട് ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ധരിച്ച വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് കോരിച്ചൊരിയുന്ന മഴയത്തും വയനാട്ടിലെ കൊടും തണുപ്പിലും വളരെ അത്യാവശ്യമാണ് വസ്ത്രവും ഭക്ഷണവും ശുദ്ധജലവും മരുന്നുമെല്ലാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സന്നദ്ധ പ്രവർത്തകർ അതെല്ലാം സംഘടിപ്പിച്ച് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തകരുടെ ഇട്ട വസ്ത്രത്തിൻ്റെ നിറവും അവരുടെ താടിയുടെ നീളവുമൊക്കെ നോക്കി മാനവ സേവനത്തിൻ്റെ ABCD പോലും അറിയാത്ത ചിലരുടെ ദുർമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. ആരും വസ്ത്രവും ഭക്ഷണവും ഒന്നും കൊടുക്കണ്ട, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാത്രം അയച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ അറിയിപ്പും കൂടുതൽ കൂടെ വന്നു. പ്രകൃതി ദുരന്തങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ പഠിച്ച് അത്തരം സംഭവങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും മുന്നറിയിപ്പ് നൽകാനും ഉപകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാരും തന്നെ സംഭവസ്ഥലം സന്ദർശിക്കുകയോ മാധ്യമങ്ങളിൽ വാർത്തയോ ലേഖനങ്ങളോ ഇൻ്റർവ്യൂ നൽകരുത് എന്ന് തികച്ചും വിരോധാഭാസവും നിഗൂഢവുമായ സർക്കാരിൻ്റെ പ്രസ്താവനയും കണ്ടു. ഞാനിത് വായിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അത് തിരുത്തിയിട്ടുണ്ട് എന്നറിഞ്ഞു. എന്തെന്നായാലും മുഖ്യമന്ത്രി അറിയാതെയായാലും അങ്ങനൊരു പ്രസ്താവന വന്നതിൻ്റെ നിഗൂഢത നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. 2018 മഹാപ്രളയവും കവളപ്പാറ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലെ ഉരുൾപൊട്ടലിലും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ പലർക്കും ഇന്നും സർക്കാർ വാഗ്ദാനം നൽകിയ വീടും പണവും ലഭിക്കാതെ സർക്കാർ ഓഫീസുകളുടെ തിണ്ണ നിരങ്ങേണ്ട അവസ്ഥയാണ് ഇന്നുമുള്ളത്. എന്നാൽ സന്നദ്ധ സംഘടനകളും മറ്റും ഏറ്റ വീടുകളും മറ്റും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പണി തീർന്ന് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനിടെ മരണപ്പെട്ട MLAയുടെ കടബാധ്യത വീട്ടാനും മറ്റും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചതിനെക്കുറിച്ച് ആക്ഷേപം വന്നു. മഹാവറുതിയുടെ കാലത്ത് കടം വാങ്ങി മുടിഞ്ഞ പൊതുഖജനാവിന് സാക്ഷി നിർത്തി മേളകളും പ്രവാസി സഭകളും മന്ത്രിമാരുടെ ആഡംബര വാഹനങ്ങളും ധൂർത്തും കോടികൾ വാടക നൽകിയ ഹെലികോപ്റ്ററൊക്കെ അവിടെ ചർച്ചയാക്കപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഓടിയെത്താൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കേട്ടിരുന്നു. 300-ൽ പരം ആളുകൾ മരണപ്പെട്ട കേരളത്തിലെ മഹാദുരന്തത്തിൻ്റെ 4 അയലത്ത് പോലും പട്ടാളത്തിൻ്റെ ഹെലികോപ്റ്റർ അല്ലാതെ നമ്മുടെ വാടക കൊടുത്തു തുലഞ്ഞ ഹെലികോപ്റ്ററിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പോലും നമ്മൾ കണ്ടില്ല. തലേ ദിവസം മന്ത്രിമാർക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ ഹെലികോപ്റ്റർ അന്ന് പറന്നുയരാൻ കഴിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് വന്നതും നമ്മൾ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലല്ല. അതുപോലെ തന്നെ ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ പട്ടാളത്തിൻ്റെ ഹെലികോപ്റ്ററുകൾ പറന്ന് നടന്നപ്പോഴും നമ്മുടെ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ കണ്ടില്ല. എന്നാൽ അവസാനം ദുരന്ത സ്ഥലത്തിൻ്റെ ആകാശത്ത് നിന്നുള്ള ഫോട്ടോ എടുക്കാൻ മാത്രം ഈ ഹെലികോപ്റ്റർ ഉപകരിച്ചു എന്നുള്ളത് ഞാനിവിടെ നിഷേധിക്കുന്നില്ല. നമ്മുടെ ഹെലികോപ്റ്ററിന് അങ്കമാലിയിൽ നിന്ന് പറന്നുയരാൻ പ്രതികൂല കാലാവസ്ഥ കാരണം കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വയനാട്ടിലെ മുൻ MP-യും സഹോദരിയും കണ്ണൂരിൽ വിമാനമിറങ്ങി ചുരം കയറി വയനാട്ടിലെത്തിയപ്പോൾ മുഖ്യനെയും പരിഹാരങ്ങളെയും നിലം തൊടിയിക്കാതെ സംഭവ സ്ഥലത്ത് എത്തിക്കാൻ പട്ടാളത്തിൻ്റെ ഹെലികോപ്റ്റർ തന്നെ വേണ്ടി വന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാർട്ടിക്കാരും വേണ്ടപ്പെട്ടവരും അടിച്ചു മാറ്റിയതും അർഹരായ പലരെയും മാറ്റി നിർത്തി അനർഹർ ലക്ഷങ്ങൾ കൊണ്ടുപോയതും മറ്റു ചില കാര്യങ്ങൾക്ക് വകമാറി ചെലവഴിച്ചതുമൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. ഏറ്റവും അവസാനം പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് അരി മേടിക്കാൻ വെച്ചതിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് ഇലക്ട്രിക് കാർ വാങ്ങാൻ തീരുമാനമെടുത്തത് തൽക്കാലം നമ്മൾ മറക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കുക തന്നെ വേണം. ഇത് പാടില്ല എന്ന് പറയുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുകയില്ല. സന്നദ്ധ സംഘടനകൾക്കും മറ്റും സംഘടിപ്പിക്കാൻ കഴിയുന്നതിന് കുറേ പരിമിതികളുണ്ട്. എന്നാൽ ഈ പണത്തിൻ്റെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന കഴുകന്മാരെ ആട്ടിയകറ്റാൻ പാർട്ടി പ്രവർത്തകരും ബന്ധപ്പെട്ടവരും ജാഗരൂകരായിരിക്കണം. ജീവനും ജീവിതം നഷ്ടപ്പെട്ടവരിലേക്കും ആശ്രിതരിലേക്കും ചുവപ്പ് നാടയിൽ കുരുക്കി കാലതാമസം കൂടാതെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പുനരധിവാസം നടക്കണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. പാവപ്പെട്ടവനൊരു കൂര നിർമ്മിക്കാൻ നിരവധി നൂലാമാലകളിലൂടെ സർക്കാരിൻ്റെ ഫണ്ട് വരവിൻ്റെ അനുസരിച്ച് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ ഔദാര്യമെന്ന മട്ടിൽ അനുവദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ
പശുക്കൾക്ക് അപ്പിയിടാൻ വേണ്ടിയുള്ള ചാണകക്കൊഴുക്ക് ചിലവിട്ടത് 3.5 ലക്ഷത്തിൽ പരം രൂപയാണ് എന്ന് നമ്മൾ മറക്കരുത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ശർക്കരയും പലവ്യഞ്ജനങ്ങളും 15 രൂപയുടെ കുടുംബശ്രീ സഞ്ചിയും 500 രൂപയുടെ PPE കിറ്റ് 1500 രൂപ വിലയിട്ടുമൊക്കെ ആവർത്തിക്കാതെ ഇടത്തട്ടുകാരെയും മുഴുത്തട്ടുകാരെയും കൈയിട്ട് വാരാൻ അനുവദിക്കാതെ കുറ്റമറ്റ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ എത്താനും അത് വിനിയോഗിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് ഭാരത്.